പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അയ്യങ്കാവ് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, റോണി പോൾ മാവേലി, TA പോൾ, മിനി ജോസ് ചാക്കോള, മുൻ മുനിസിപ്പൽ ചെയർമാൻമാർ, പൗരപ്രമുഖർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായിട്ടുള്ള ഭാരതത്തിലെ ദേശീയ നേതാക്കളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ആയാലും, ജവഹർലാൽ നെഹ്റു ആയാലും, അബ്ദുൽ കലാം ആസാദ് ആയാലും, സർദാർ വല്ലഭായ് പട്ടേൽ ആയാലും, ഒരു നീണ്ട നിര നേതാക്കന്മാരുടെ ദീർഘകാലത്തെ പരിശ്രമവും അധ്വാനവുമാണ് നമ്മുടെ രാജ്യത്തിന് ഞാനും നിങ്ങളിലും അനുഭവിക്കുന്ന ഈ വലിയ സ്വാതന്ത്ര്യം കൈവരിക്കാനായിട്ട് ഇടവരുത്തിയത്. 1767 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എത്രയോ കോർപ്പറേറ്റ് ഭീകരന്മാർ ഈ രാജ്യത്ത് വ്യാപാര ആവശ്യത്തിന് കടന്നു വരുന്നു. അന്ന് നമ്മുടെ നാട്ടുരാജ്യക്കന്മാർ കരുതിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരനും അവൻ്റെ വ്യാപാര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മൂല്യങ്ങളായിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് എന്ന് മാത്രമായിരുന്നു നമ്മുടെ നാട്ടുരാജാക്കന്മാർ കരുതിയിരുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ 1759 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇന്ത്യയിലെ ഭരണാധികാരികളാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അതുവരെ നമ്മുടെ രാജ്യത്ത് നികുതി പണമായിട്ടല്ല നൽകിയിരുന്നത്, നികുതി കാർഷിക ഉൽപ്പന്നങ്ങളായിട്ട് നൽകിയിരുന്ന ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അതുപോലെ നികുതിയായി രാജ്യത്തെ ജനങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയിരുന്നത്. പക്ഷെ വ്യത്യസ്തമായി പണം വേണമെന്ന് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരനാണ്. അത് നമ്മുടെ രാജ്യത്തിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. അതിനെ തുടർന്ന് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ വലിയ ക്ഷാമം കൊടുമ്പിരി വീണു. കാരണം ജനങ്ങൾക്ക് പണം കൊടുക്കണം, പണം ചെലവഴിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പാൻ അവർക്ക് സാധിക്കാത്ത സ്ഥിതി വന്നു. പ്രത്യേകിച്ച് ബംഗാളിൽ, ബീഹാറിൽ, മധ്യപ്രദേശ് പോലെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ പട്ടിണിയും ദാരിദ്ര്യവും വളർന്നു കയറുന്നു. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തഹസിൽദാർ ആൻഡോ ജേക്കബ്, വിവിധ വകുപ്പ് മേധാവികൾ, ജീവനക്കാർ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഭാരതം 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു ജനത, മറ്റൊരു രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ച ഒരു ജനത, അനേക വർഷങ്ങൾ അങ്ങനെ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒട്ടനവധിയായിട്ടുള്ള
ഭാരതത്തിൻ്റെ പുത്രിപുത്രന്മാർ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സമരം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരമ്മ പെറ്റ മക്കളെപ്പോലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നടത്തിയ സഹന സമരത്തിൻ്റെ ഭാഗമായി 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് സ്വതന്ത്രരാകാൻ കഴിഞ്ഞു. നമ്മുടെ ഭാരതം എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമായി മാറാൻ കഴിഞ്ഞത് അന്നു മുതലാണ്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ സ്വാതന്ത്ര്യദിനം നമ്മളെല്ലാ വർഷവും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. ഇന്ന് ഭാരതീയർ എവിടെയുണ്ടോ അവിടെയൊക്കെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ടുള്ള വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണ്. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ കൗൺസിൽ പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിവേദനം നൽകാൻ ITU ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എത്തിയ നിക്ഷേപകരെ പോലീസ് തടഞ്ഞു. നിക്ഷേപകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളും. LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാറിന്റെ ഇടപെടലിനൊടുവിൽ പ്രതിനിധി സംഘം മുനിസിപ്പൽ ജീവനക്കാരന് നിവേദനം സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ സംഘടിപ്പിച്ചിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സമാപിച്ചതോടെയാണ് അയ്യങ്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നും സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് നിക്ഷേപകർ ദേശീയ പതാക ഏന്തി പ്രകടനമായി നഗരസഭയിലേക്ക് എത്തിയത്. മുനിസിപ്പൽ ഓഫീസിലേക്കുള്ള വഴിയുടെ ആരംഭത്തിൽ ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ ദിലീഷ് TSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രകടനക്കാരെ തടയുകയായിരുന്നു. നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകാനെത്തിയ തങ്ങൾ നിവേദനം നൽകിയ ശേഷം പിരിഞ്ഞു പോകുമെന്ന് അറിയിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല. ഇതിനിടയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭാ ഓഫീസിന് മുൻപിൽ നിലയുറപ്പിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബേബിയെ നിക്ഷേപകരുടെ അടുത്ത് എത്തിച്ച് നിവേദനം കൈമാറാൻ ശ്രമം നടത്തിയെങ്കിലും സംരക്ഷണ സമിതി നേതൃത്വം അതിന് വിസമ്മതിച്ചു. വഴിയിൽ വെച്ച് നിവേദനം നൽകാനാകില്ലെന്നും ഓഫീസിൽ എത്തി കൈമാറാമെന്നും നിക്ഷേപകർ നിലപാടെടുത്തു. ഇതോടെ സ്ത്രീകളടക്കമുള്ള നിക്ഷേപകർ പോലീസ് വലയം ഭേദിച്ച് മുനിസിപ്പൽ ഓഫീസിലേക്ക് നീങ്ങാൻ ശ്രമിച്ചത് പോലീസുമായി വാക്കേറ്റത്തിന് ഇടയാക്കി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നിക്ഷേപകരുടെ പ്രതിനിധികളെ നിവേദനം നൽകുന്നതിനായി ഓഫീസിലേക്ക് കടത്തിവിടാൻ തയ്യാറായി. 3 പേരടങ്ങുന്ന സംഘം അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ 2 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കാനാകൂവെന്ന പോലീസ് നിലപാടിനെ തുടർന്ന് രക്ഷാധികാരി അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കരയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. തുടർന്ന് ITU ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രിൻസ് ചക്കാലക്കൽ, കമ്മിറ്റി അംഗം രാഖി എന്നിവർ PV ശിവകുമാറിനൊപ്പം എത്തി ക്ലീൻ സിറ്റി മാനേജർ ബേബിക്ക് നിവേദനം കൈമാറുകയായിരുന്നു. എന്താണ് കാരണം എന്ന് പറയണ്ടേ? ഞങ്ങളുടെ സ്വാതന്ത്ര്യദിന റാലിയാണ് വരുന്നത്. സ്വാതന്ത്ര്യദിന റാലിയെ പോലീസ് തടയണമെങ്കിൽ മതിയായ കാരണം വേണ്ടേ? എങ്ങനെ അത് ഞങ്ങൾക്ക് പ്രമേയം കൊടുക്കണ്ടേ? പിന്നെന്ത് അങ്ങനെ അത് ഞങ്ങൾ 460 കോടി രൂപ ഞങ്ങൾക്ക് പോയതിൻ്റെ വിഷമം ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയി പറഞ്ഞാൽ ശരിയാവോ? അപ്പം ഇത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം അവർ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്നതാണെങ്കിൽ എന്ത് ന്യായമുണ്ടെന്നുള്ള ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു മുനിസിപ്പൽ ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് ഏത് അവധി ദിനത്തിലും അവിടെ ചാർജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവണം. അപ്പം ഞങ്ങൾക്ക് ഇത് സെക്രട്ടറി ഇവിടെ ചാർജ് ഇല്ല, ആസ് എ സെക്രട്ടറി ഇല്ല, ഇൻചാർജേ ഉള്ളൂ. അപ്പോൾ ആ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥന് കൊടുത്ത് ഞങ്ങൾ മടങ്ങി പൊക്കോളാം. ഞങ്ങൾ ഒരു കലാപം ഉണ്ടാക്കാൻ വന്നിട്ടില്ല, ഞങ്ങൾ സമാധാനപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്താ തടസ്സം?
സ്ത്രീകളുണ്ട്, വയസ്സായ അല്ല സെക്രട്ടറി ഇല്ലാതെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ മഴയത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കരുത്. അത് കൂടുതൽ നെഗറ്റീവായിട്ട് അല്ല പറഞ്ഞേ. അദ്ദേഹം ഞങ്ങളെ ഭയക്കുന്നുണ്ട്. എന്ത് ഞങ്ങളുടെ നഗരപിതാവല്ലേ, എന്തിനു ഞങ്ങളെ ഭയക്കണേ? അല്ല, നഗരപിതാവിന് കൗൺസിലിൽ അവതരിപ്പിക്കേണ്ട പ്രമേയമാണ് സെക്രട്ടറിക്കാണ് കൊടുക്കുന്നത്. കാരണം സെക്രട്ടറിയാണ് അതിൻ്റെ ചുമതല വഹിക്കുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ ഭയമാണോ? അതുകൊണ്ടാണ് ഞങ്ങൾ തടയുന്നത്. ഭരണകക്ഷി അംഗമായ TV ചാർലി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ പരാതി സ്വീകരിക്കാൻ ഈ പോലീസിനെ ഉപയോഗിച്ച് അവർ ഞങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? മുനിസിപ്പാലിറ്റി അതിർത്തിക്കകത്തൊരു പട്ടി ചത്തു കിടന്നാൽ ഞങ്ങൾ പരാതിപ്പെടുന്ന സ്ഥലമല്ലേ? ഇദ്ദേഹം ഞങ്ങളുടെ നഗരപിതാവ് ചമഞ്ഞിരിക്കുന്നില്ലേ? ഈ കള്ളനാണോ ഞങ്ങളുടെ നഗരപിതാവെന്ന് ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? കാലം കവളിൽ തൊട്ടിട്ട് കള്ളാന്ന് വിളിച്ചിട്ട് പോലും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? 80ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ. ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ 80ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ സന്തോഷിക്കാൻ എങ്ങനെ സാധിക്കും? ഞങ്ങളുടെ അവകാശപ്പെട്ട, ഞങ്ങൾക്ക് അർഹതയുള്ള ന്യായമായ ഞങ്ങളുടെ സംഘടന നിവൃത്തി ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ നഗരസഭാ അധ്യക്ഷൻ അദ്ദേഹമല്ലേ ഞങ്ങളുടെ കണ്ണീര് ഒപ്പേണ്ടത്? ഈ നഗരസഭാ അധ്യക്ഷൻ അദ്ദേഹത്തുമല്ലേ ഞങ്ങളുടെ പരിസരത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്? അദ്ദേഹം ബാങ്കിൽ നിന്ന് കാശ് കട്ടുക എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞങ്ങളുടെ നഗരസഭാ അധ്യക്ഷനായി പോയി. ഞങ്ങൾക്ക് ഈ മുനിസിപ്പൽ സെക്രട്ടറിയെ കണ്ട് ഇത് ബോധിപ്പിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ലെന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? ഇനിയും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു. കിട്ടിയില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഞങ്ങൾ ലജ്ജിക്കുന്നു. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ചട്ടവുമായി തരം താഴരുത്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? MP ജാക്സൺ കള്ളനാണ്. കള്ള MP ജാക്സൺ. അട്ടകാശി തിരിച്ചു താടാ. അട്ടകാശി തിരിച്ചു താടാ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പൈസ നിങ്ങളാണ് അതിന് മര്യാദ അതിന് മര്യാദ. പക്ഷെ അവിടെ തടഞ്ഞു നിർത്തി അവിടെ വിഷയങ്ങളായി ഇത്രയുള്ള ചെയർമാൻ കാണാമെന്നല്ല ഒരു സെക്രട്ടറി കാണാൻ.
ITU ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതി മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിവേദനം നൽകാനെത്തിയത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. നഗരസഭാ ഓഫീസിന് മുൻപിൽ സംഘടിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലൂടെ നിവേദനം നൽകി സംരക്ഷണ സമിതി ഭാരവാഹികൾ മടങ്ങിയതിന് പിന്നാലെ സംരക്ഷണ സമിതി ഭാരവാഹികൾക്ക് നേരെ ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പടിയൂർ മണ്ഡലം പ്രസിഡന്റ് ഷാൽബിൻ രംഗത്തു വന്നു. ഇത് ചിത്രീകരിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ഇയാളുടെ പേര് ചോദിച്ചതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയത്. മാധ്യമപ്രവർത്തകർക്കിടയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രോശിച്ചെത്തിയതോടെ ഇരുവിഭാഗവും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. മുതിർന്ന അംഗങ്ങളും ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ ദിലീഷ് TSന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചത്. മുന്നിൽ നിർത്തിയിട്ട് അവർ ജയിച്ചാലൊന്നും അവർക്ക് പോയ പണം കിട്ടാൻ പറ്റില്ല. അവർക്ക് കറക്റ്റ് സമയത്തിന് അവരുടെ പണം കിട്ടും, യാതൊരു സംശയവും വേണ്ട. മനസ്സിലായോ? ഞാനൊരു പൊതുപ്രവർത്തനാ, എനിക്കറിയാം അവർക്ക് പണം കിട്ടും. അല്ലാണ്ട് ഈ ഇന്നാദ്യം കള്ളനെ കൊണ്ട് ഫ്രണ്ട് നിർത്തിയാൽ അവർക്ക് 10 പൈസ കിട്ടില്ല. മനസ്സിലായോ? ഞാനൊരു രാഷ്ട്രീയക്കാരൻ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ പറയാ രാഷ്ട്രീയപരമായിട്ടാണ് ഇതുപോലുള്ള കള്ളനെ കൊണ്ടുവന്ന് കള്ളം വയ്ക്കുന്ന കൊണ്ടുവന്ന് പെരുമാറാണ് വിചാരണമെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ വരും, യാതൊരു സംശയം വേണ്ട. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്തു വെച്ച് മാധ്യമ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കയ്യേറ്റ ശ്രമത്തിൽ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് യോഗം പ്രതിഷേധിച്ചു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും DGPയും അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ പ്രസ് ക്ലബ് യോഗം തീരുമാനിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് VR സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ രാഹുൽ അശോകൻ, നവീൻ ഭഗീരഥൻ, ജോസ് J ചിറ്റിലപ്പള്ളി, ഷാജൻ ചക്കാലക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഇത് ഇന്ന് മാത്രമല്ല, ഇതിനു മുൻപും പല പ്രാവശ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഈ സംഭവം ഇത് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വിളിച്ച് രാഹുൽ അശോകൻ, നമ്മുടെ ട്രഷറർ, എന്നോട് ഈ വിഷയം പറയുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ അത് ഏത് പാർട്ടി ഓഫീസുകളിലേക്ക് പോകണോ? നമ്മൾ ഇതിനു മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മളൊക്കെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സമര രംഗത്തും അതുപോലെ തന്നെയുള്ള സംഭവ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെല്ലുന്നവരാണ്. നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമുള്ളൊരു വിഭാഗമാണ്. ഈ എതിർപക്ഷത്തുള്ളവർ രണ്ട് കൂട്ടരും, അത് സമരം ചെയ്യുന്നവരും സമരത്തെ നേരിടാൻ വരുന്നവരൊക്കെ തന്നെ അവർ ശക്തരുമാണ്. അതിൻ്റെ ഇടയിൽ പെടുന്നത് നമ്മളാണ്. ഇത് ശരിയായൊരു കീഴ്വഴക്കമല്ല. ഇത് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് അത് ഏത് രീതിയിലായാലും. ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ദേശീയ പതാക ഉയർത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് എന്നിവർ പങ്കെടുത്തു.
ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. രാജ്യം വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അല്ലെങ്കിൽ വളരെയേറെ ആർജവത്തോടെ പ്രതികരിക്കേണ്ടതിൻ്റെയും പ്രതീക്ഷ അർപ്പിക്കേണ്ടതിൻ്റെയും ഒക്കെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യദിനം നമുക്ക് മുൻപിലൂടെ കടന്നു പോകുന്നത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഓരോ പൗരനും എങ്ങനെയൊക്കെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും നമുക്ക് ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടെയാണ്. ജാതി, മത, വർഗ, വർണ്ണ വിവേചനമില്ലാതെ ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും പ്രതികരിക്കുന്നതിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥത്തിന് വിഘാതമായിക്കൊണ്ട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പറ്റം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പറ്റം സുഹൃത്തുക്കൾ പ്രതികരിച്ചതിൻ്റെ പ്രതിഫലനമൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരു നാടിൻ്റെ വികസനം, അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ശില്പികൾ എങ്ങനെയൊക്കെയാണോ വിഭാവനം ചെയ്തിരുന്നത് അതിൽ നിന്നെല്ലാം വിഘാതമായിക്കൊണ്ട് നേരെ എതിർ ദിശയിലേക്ക് പോകുന്ന ഭരണത്തിനെതിരെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടെയുള്ള ഒരു സ്വാതന്ത്ര്യ ദിനമായി. ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആശുപത്രി വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ, സെക്രട്ടറി K വേണു മാസ്റ്റർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ AL ജോൺ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പറയാൻ വളരെ എളുപ്പമാണ്. സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയുന്നത്. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തിൻ്റെ ആസ്പെക്ട് മാത്രമല്ല ബാങ്കിൻ്റെ ആസ്പെക്ട് കൂടി പറയണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ തോന്നുന്ന എന്തും ചെയ്യുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം. നമുക്ക് തന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിൽ വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഇഷ്ടമുള്ളത് ചെയ്യലല്ല സ്വാതന്ത്ര്യം. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലും നമ്മൾ നമ്മുടെ ബാങ്കിന് വേണ്ടി നമ്മുടെ ബാങ്കിൻ്റെ നിയമങ്ങളും അല്ലെങ്കിൽ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ ആണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. രാജ്യത്തിൻ്റെ കേസിലായാലും എല്ലാത്തിലും അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സർവ്വവിധ ആശംസകൾ. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ മാറ്റുകൂട്ടുന്ന നെറ്റിപ്പട്ടത്തിന് ഇനി ലോക റെക്കോർഡും. ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിങ്ങാലക്കുടയിലെ വിദ്യാർത്ഥി സംഘമാണ് ഏറ്റവും നീളം കൂടിയ ആന നെറ്റിപ്പട്ടം തയ്യാറാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 16.9 അടി നീളവും 3.2 അടി വീതിയുമുള്ളതാണ് ഈ നെറ്റിപ്പട്ടം. റെസിൻ ഷീറ്റ്, ചുവന്ന വെൽവെറ്റ് തുണി, ചെറിയ സ്വർണ്ണ ഗോളികൾ, പ്ലൈവുഡ്, കമ്പിളി, കോട്ടൺ നൂലുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പരമ്പരാഗത കരകൗശലത്തിന് ആധുനിക മുഖം ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തുകളിലും പൂരപ്പറമ്പിലും ആനയുടെ നെറ്റിയിലും തലയിലും അണിയുന്ന സ്വർണ്ണാഭരണമാണ് നെറ്റിപ്പട്ടം.
ഈ പരമ്പരാഗത കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിലെ വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസർ PM സ്വാതിയുടെ നേതൃത്വത്തിൽ ഫിന്നി ഫ്രാൻസിസ്, അശ്വിൻ ദാസ് CS, അരവിന്ദ് H. നാഥ്, അർജുൻ AB, മിഥുൽ S, എഡ്വിൻ CS, ആന്റണി, ജോഹൻ ജോയൽ, ആദിത്യ ജയൻ എന്നിവരടങ്ങുന്ന സംഘമാണ് നെറ്റിപ്പട്ടം രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ അധ്യാപകരും കൂടി നിർമ്മിച്ച ആ ഒരു നെറ്റിപ്പട്ടമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഡോക്യുമെന്റ് ആണ് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പോകുന്നത്. സ്വാതി മിസ്സിനെയും അതുപോലെ തന്നെ ഫിന്നി മിസ്സിനെയും സ്വാഗതം ചെയ്യുകയാണ്. സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് ഇരിങ്ങാലക്കുട ഫൊണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡിന്റെ പ്രഥമ വാർഷിക പൊതുയോഗവും 1ാം വാർഷികാഘോഷവും നടന്നു. ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, K. രാജൻ MLA, മുൻ മന്ത്രി ഡോക്ടർ R. ബിന്ദു, KC ലിമിറ്റഡ് ചെയർമാൻ ടോം ജോസ്, ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽസ് ചീഫ് ബിസിനസ് ഓഫീസർ ജോൺ ചാണ്ടി, നടനും സംവിധായകനുമായ ശങ്കർ, റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയുടെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ വളരെ വലുതാണ്. ക്രൈസ്റ്റ് വലിയ പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളെ വലിയ രീതിയിലേക്ക് ഉയർന്ന തലങ്ങളിലേക്കൊക്കെ കൈപിടിച്ചുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദേശം കൂടിയാണ് ഇരിങ്ങാലക്കുട. ക്രൈസ്റ്റ് കോളേജായാലും സെൻറ് ജോസഫ് കോളേജായാലും ഉള്ള അത്തരത്തിലുള്ള കോളേജുകളും ക്യാമ്പസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇരിങ്ങാലക്കുടയിൽ അത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ഒരു 140 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ ഫൊണ്ടാന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സർക്കാരിൻ്റെ പ്രൊജക്റ്റുകളുടെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്നതായ റോഡുകളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ മാത്രമല്ല, സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടി നമ്മുടെ നാടിനകത്ത് കടന്നു വരണം. പുതിയ കാലം അതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വലിയ രീതിയിൽ മൈഗ്രേഷനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വലിയ രീതിയിൽ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരെന്നുണ്ട്. നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ അധികം വൈകാതെ തന്നെ തിരികെ സംഭവിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയ ആളുകളിൽ ഒരു വലിയ വിഭാഗം ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കാം. തിരിച്ചു വന്നാൽ അവർക്ക് ഇവിടെ എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. പഴയകാലത്ത് എല്ലാ സർക്കാർ തൊഴിലവസരങ്ങളൊക്കെ തന്നെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ചിന്ത PSC ജോലി നൽകും അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ ഒരു ജോലി എന്നുള്ളതാണെങ്കിൽ പുതിയ കാലത്തിൻ്റെ രീതിയിലൊക്കെ അതിനനുസരിച്ചൊക്കെ മാറി. ഇന്ന് എല്ലാവരും ഒരു പഠനം പൂർത്തീകരിച്ച് ഒരു ജീവനക്കാരനാകണം അല്ലെങ്കിൽ ഒരു തൊഴിൽ നേടണം എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറി പഠനം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംരംഭകനാകണം, 10 പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു സംരംഭകനായി മാറണമെന്നൊരു ചിന്തയിലേക്ക് പുതിയ യുവത ഒക്കെ കടന്നു വരേണ്ട ഒരു കാലം കൂടിയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.